കൊന്നപ്പൂവ് പറക്കിയാണ് നിറച്ചും പുളിയുറുമ്പും. പറ്റും കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തി പിടിച്ച്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവൂലേ. അപ്പോൾ ഞങ്ങളൊരു ചെറിയ രീതിയിലൊക്കെ വിഷു ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ വിഷുവില്ല, അമ്മൂമ്മയൊക്കെ മരിച്ചിരിക്കണം കാരണം വിഷുവില്ല. അപ്പോൾ അനുപേട്ടൻ്റെ വീട്ടിൽ വിഷു ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കണം. വിഷുവിന് വീട്ടിലില്ല, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, കോണത്തുന്നിലേക്ക്. അപ്പോൾ അതിനു മുമ്പിട്ട് 2 ദിവസം മുമ്പ് അനുപേട്ടൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ കണിക്കൊന്ന നിൽക്കണ കണ്ടിട്ട് പൊട്ടിക്കണ വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല പുളിയുറുമ്പാണ് കേട്ടോ നമ്മുടെ കണിക്കൊന്ന നിറച്ച്. അപ്പോൾ സൗമ്യയുടെ പ്രയത്നത്തിലാണ് നമ്മുടെ കണിക്കൊന്ന മുഴുവൻ അവൾ പറിച്ചെടുത്തത്. നല്ലോണം പുളിയുറുമ്പിൻ്റെ കടി കിട്ടിയിട്ടുണ്ടായി ഞങ്ങൾക്ക് കേട്ടോ. കടി കിട്ടിയാൽ എന്താ ഇഷ്ടം പോലെ പൂവ് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ടായിരുന്നു പൂവ്, മുകളിലൊക്കെ ഉണ്ട്. അതൊക്കെ പറിക്കാൻ നല്ല പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള പൂവൊക്കെ പറിച്ചിട്ട് വേണം കോണത്തുന്നിലേക്ക് പോകാൻ വിഷുക്കണി കാണാൻ കേട്ടോ. അപ്പോൾ അവർ പൂവൊക്കെ പറിച്ച് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടോ. പിന്നെ തലേ ദിവസം ഇവിടെ നിന്ന് കണിക്കന്നിയൊക്കെ ആദിത്യനും അനുപേട്ടനും കൂടിയും പറിച്ചു. പിന്നെ ചക്ക, മാങ്ങ അങ്ങനെ കുറച്ച് സാധനങ്ങളായിട്ട് ഞങ്ങൾ തലേ ദിവസം ഉച്ചയായപ്പോഴേക്കും കോണത്തുന്നിലെത്തി. അപ്പോൾ അവളേക്കും ദേവിയമ്മായി അവിടെ കണിക്കൊന്നിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ആ കണിക്കൊന്നിയും ഞങ്ങളെല്ലാവരും കൂടിയും പങ്കുവെച്ചെടുത്തു. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതേമാതിരി എല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കും, കുട്ടികളായാലും വലിയവരായാലും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ വർത്താന സഭയൊക്കെ കഴിഞ്ഞു. പിന്നെ സന്ധ്യ ഇപ്പോൾ നമ്മുടെ പടക്കം പൊട്ടിക്കൽ പരിപാടികളിലേക്ക് കടന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. മാറിക്കട്ടോ അവിടെ പോയി നീ അതും കൊണ്ട് അത് കയ്യിലോട്ട് വന്നിട്ട് കത്തിച്ചാൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആയത്തിനും മീനാക്ഷിക്കും അടി നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അവരതിൻ്റെ ഇടയിലും നല്ല തല്ലുകൂട്ടൊക്കെ ആയിരുന്നു. മേശപ്പൂ കത്തിക്കണേലായിരുന്നു കേട്ടോ ഇപ്പോൾ തല്ലുകൂട്ടം. ആ മീനാക്ഷിക്ക് ഇത്ര ഭാഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര എണ്ണം ഞാൻ. അപ്പോൾ മീനാക്ഷിയുടെ നിന്ന് എടുത്ത് കത്തിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ തല്ലുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പടക്കം പൊട്ടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ പിന്നെ പടക്കം പൊട്ടിച്ചത്. ഇല്ല പടക്കല്ല, മറ്റേതാ. Aku terhati What is this? മൂടിയിട്ട് രണ്ടുപേർ നമുക്ക് മൂടിയിട്ട് പുകയില്ലാത്ത ക്രാക്കേഴ്സ് ഒരു കളിക്ക് കൂടെ. ഇപ്പം എല്ലാവരും കണ്ട എൻ്റെ ബ്ലോഗർ എന്ന് പറഞ്ഞ് കളിയാക്കണുണ്ട്. കളിയാക്കായാലും എനിക്കതൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കു ചേട്ടനായിരുന്നു കണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ചമ്മലായ കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. ഓട്ടത്തിന് പോവേ
അപ്പോൾ വിഷുവിൻ്റെ പടക്കം പൊട്ടിക്കലും രാത്രി പൂത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞുണ്ട് തലേ ദിവസത്തെ. അത് കഴിഞ്ഞ് ഇനി നമ്മുടെ വിഷു ഒരുക്കാം അല്ലേ. അപ്പോൾ വിഷു ഒരുക്കണതിന് വേണ്ടി നമ്മളൊരു മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്, ചെറിയ കസവ് മുണ്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് തിരുവുടയാട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചും കൂടി തേച്ചൊക്കെ കൊടുത്താൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കുന്നു വിചാരിച്ച് ഞാനതൊക്കെ തേച്ച് അടിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് തേച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മുടെ നാളികേരത്തിന് വേണ്ട കിഴിയൊക്കെ ഉണ്ടാക്കുകയാണ്, അരിയൊക്കെ ഇട്ടിട്ട്. അത് കഴിഞ്ഞ് കൃഷ്ണനെയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഉരുളിയൊക്കെ എടുത്ത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ അതിൽ വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഉരുളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിഷുവിൻ്റെ പ്രധാന ഇതുണ്ട് കേട്ടോ, നമ്മുടെ കണിവെള്ളരിയും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഉണക്കലരി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് നമ്മുടെ ചക്ക, പിന്നെ നമ്മുടെ കൃഷ്ണനെ കൊണ്ടുവന്നു. അപ്പോൾ ചക്കയും ഫ്രൂട്ട്സും മത്തങ്ങയും കണിക്കൊന്നയും വെറ്റില, അടയ്ക്ക, കോയിൻസ്, അങ്ങനെ വിഷുവിനൊരുക്കാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കിണ്ടിയിൽ ഇത്തിരി വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി. അയ്യോ, പിന്നെ നമ്മുടെ അഷ്ടമംഗലത്തട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അഷ്ടമംഗലത്തട്ട്, മയിൽപ്പീലി, അങ്ങനെ എല്ലാം വെച്ച് കണിയൊക്കെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കണി കാണൽ ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ രാവിലെ അമ്മ എനിക്ക് 4 മണി സമയമായിട്ടുണ്ടാകും. ഞാൻ കണി കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു 4:10 അപ്പോൾ അമ്മ കാലത്ത് തന്നെ എനിക്ക് കണിയൊക്കെ റെഡിയാക്കി. കണിയൊക്കെ തലേ ദിവസം ഒരുക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി ഞങ്ങൾ മുകളിലാണ് കിടക്കണത്. അപ്പോൾ ഫോണിൻ്റെ ബെല്ലൊക്കെ അടിച്ച് ഞാനും മനുവേട്ടനും കൂടിയും കണ്ണടച്ച് വന്ന് ഞങ്ങൾ കണി കണ്ടു. അത് കഴിഞ്ഞ് പിള്ളേരെയൊക്കെ വിളിച്ച് കണി കാണിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം മീനാക്ഷി വന്നു, അത് കഴിഞ്ഞ് ആദിത്യൻ വന്ന് കണി കണ്ടു. അപ്പോൾ കുറച്ച് നേരം അവർ ഉറപ്പിച്ചിലാണ്, കുറച്ച് നേരം അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയുണ്ട് കണി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ കണി കണ്ടു കഴിഞ്ഞാൽ അവർ ഉറക്കപ്പിച്ചിലാണെങ്കിലും ആദിത്യം പോയി നേരെ നമ്മുടെ പടക്കം പൊട്ടിക്കാൻ പോയി. ആദ്യം തന്നെ മാലപ്പടക്കമാണ് പൊട്ടിച്ചത്. നമ്മുടെ ഏരിയയിൽ ആദ്യം ഇട്ടത് ഞങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു മാലപ്പടക്കവും പൊട്ടിച്ച് അവിടെയുള്ള എല്ലാവരെയും അവനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർ രണ്ടുപേരും കൂടി പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ രണ്ടുപേരും കോമ്പറ്റീഷനായിട്ട് പടക്കം പൊട്ടിക്കലായിട്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ കോളായിട്ട് അനിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രയാണിനെയും കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് മീനാക്ഷി വീഡിയോ കോളിൽ കേട്ടോ പടക്കം പൊട്ടിക്കൽ. പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കുറച്ച് നേരം കിടന്നുറങ്ങാന്ന് പറഞ്ഞിട്ട് പോയി കിടന്നു കേട്ടോ. ഞാനും അമ്മയും ഉറങ്ങിയിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയിലാണ് കേട്ടോ, കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ്. ഇനി അടുത്തത് നമ്മുടെ വിഷു സദ്യയാണല്ലോ. അപ്പോൾ സദ്യ ഒരുക്കണ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അമ്മയാണ് മെയിൻ കുക്ക്. അപ്പോൾ ഞാൻ വെറുതെ അടുത്തുണ്ടായിരുന്നു സഹായിക്കാൻ. അപ്പോൾ അവിയൽ, കാളൻ, എലിശ്ശേരി, പിന്നെ സാമ്പാർ, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. തലേ ദിവസം കാളനും മാങ്ങാക്കൂട്ടാനും ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പപ്പടം കാച്ചി, അങ്ങനെ ഇഞ്ചിത്തൈര് ഞാൻ ഉണ്ടാക്കി, ഇഞ്ചിത്തൈരുണ്ടാക്കി, അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസം വെച്ചില്ല. പായസം സാധാരണ പഴം പായസം വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം പായസം വെച്ചില്ല. പാലടയും പഴവും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായി, സാമീസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും എല്ലാവരും റെഡി ആയി കഴിഞ്ഞു. ഞങ്ങൾ 4:30 തൊട്ട് തുടങ്ങിയതാണല്ലോ കുക്കിങ്. അപ്പോൾ 7:30 ആയപ്പോഴേക്കും എല്ലാവരും റെഡി ആയിരുന്നു. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് റെഡിയായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങ് വിഷുക്കൈ നീട്ടം. അപ്പോൾ വിഷുക്കൈ നീട്ടം കൊടുക്കലും വാങ്ങലുമാണ് കേട്ടോ പ്രധാന ചടങ്ങ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കലും വാങ്ങലും കുറച്ച് കാണാം അല്ലേ. അങ്ങനെ വിഷുക്കൈ നീട്ടൊക്കെ കൊടുത്ത് കുറച്ചായപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞപ്പോഴേക്കും അവർ വീണ്ടും നമുക്ക് വിഷുക്കൈ നീട്ടം കൊടുക്കണമായിരിക്കും കാണിച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി.
ചേട്ടാ അങ്ങനെ എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. വിഷ് കൈനീട്ടം വാങ്ങാനും കൊടുക്കാനും ഒക്കെയുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ് കൈനീട്ടം കൊടുക്കൽ വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഊണ് കഴിക്കാറായപ്പോഴാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞ്. ആദ്യമൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വലിയ ഫാമിലി ആയതുകൊണ്ട് എല്ലാവരും വരുമായിരുന്നു വിഷ് കൈനീട്ടം വാങ്ങാനും കൊടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും കൂടി കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നാണ് പോവാറ്. ഇപ്പോൾ ദേ വലിയ ഫാമിലി ഇപ്പോൾ കുഞ്ഞിതായി വരികയാണ്. കസിൻസ് എല്ലാവരും പുറത്താണ്, ജോലിയും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അംഗങ്ങളായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളവരെ കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് ആഘോഷിച്ചു. വിഷ് കൈനീട്ടമൊക്കെ കൈമാറി. പിന്നെ എല്ലാവരും കൂടിയുള്ള ഒരു ഫോട്ടോ നിർബന്ധമാണല്ലോ. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പിരിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ദേ ഞങ്ങൾ നമ്മുടെ സദ്യയിലേക്ക് മെയിൻ പരിപാടിയായിട്ടുള്ള വിഷു സദ്യ ഉണ്ണാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സദ്യ ഉണ്ണാൻ വീട്ടുകളിലേക്ക് പോയിട്ടാണ്. തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവരുടെയും വീടൊക്കെ. അപ്പോൾ ദേ ഞങ്ങളും സദ്യയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ നമ്മുടെ സ്വാമീസിൻ്റെ പായസമാണ് കേട്ടോ, പാലടിയും പഴവും. അപ്പോൾ നമുക്കതൊക്കെ കൂട്ടി സദ്യ കഴിക്കാം അല്ലേ. വിളക്കൊക്കെ കൊളുത്തി ഗണപതിക്കൊക്കെ വെച്ച് ഇതേ ഞങ്ങളെല്ലാവരും സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാ കറികളും അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അമ്മയുടെ കുക്കിംഗ് അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ സമീസിന്നാണ് പഴം പായസവും പാലട പായസവും വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പഴം പായസം അടി പിരിച്ചിട്ടുണ്ടായിരുന്നു, നന്നായി കരിഞ്ഞിട്ടുണ്ടായിരുന്നു, കരിഞ്ഞ ചൊവ്വയായിരുന്നു. പിന്നെ പാലടയ്ക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അനൂപ് പറയണത് പഞ്ചസാരയ്ക്ക് പകരം വേറെ എന്തോ ആണ് ചേർത്തേക്കണേന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഈ സാമീസിന്ന് അപ്പോൾ പഴവും പാലടയും ഓർഡർ ചെയ്ത ആൾക്കാർക്ക് ഇതേമാതിരിയുള്ള പാലടയും പഴമാണ് ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേ വിഷു സദ്യയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കൊടകരയ്ക്ക് വന്നു കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിഷു ദിവസത്തെ ആഘോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദേ ഇപ്പം നമുക്ക് 500 കഴിഞ്ഞ് 600-ലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കേ.